സംസ്ഥാനത്ത് ഇന്നലെ മുങ്ങി മരിച്ചത് 2 കുട്ടികൾ. കഴിഞ്ഞ വർഷത്തെ മുങ്ങിമരണങ്ങളുടെ കണക്കറിയാമോ? 1040. അതായത് ഒരു ദിവസം ശരാശരി 3 പേരിൽ കൂടുതൽ മുങ്ങി മരിക്കുന്നു. വാഹനാപകടം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് വെള്ളത്തിലാണ്. 2023 വാഹനാപകടത്തിൽ മരിച്ചത് 4010 പേർ. മുങ്ങി മരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ 1040 പേർ. 2019 ഈ കണക്ക് 1490. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേർ മുങ്ങി മരിച്ചത് തൃശ്ശൂരിലാണ്, 134. എറണാകുളത്ത് 130, ആലപ്പുഴയിൽ 114, കോഴിക്കോട് 98. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. ഒരാഴ്ച മുമ്പ് മലപ്പുറം നിലമ്പൂരിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥിനികൾ കരിമ്പുഴയിലെ ചുഴിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. തിരുവനന്തപുരത്ത് വെള്ളായണിയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് 2 ആഴ്ച മുമ്പ്. ഇങ്ങനെ മുങ്ങി മരണങ്ങളുടെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 6 വർഷത്തിനിടെ കേരളത്തിൽ മുങ്ങി മരിച്ചത് 11,947 പേർ. ഇന്ത്യയിൽ പ്രതിവർഷം 38,000 പേർ മുങ്ങി മരിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 10 വർഷത്തിനിടെ ലോകത്ത് മുങ്ങി മരിച്ചത് 25 ലക്ഷത്തിലധികം പേർ. അതായത് ഒരു വർഷം 2.5 ലക്ഷത്തോളം പേർ മുങ്ങി മരിക്കുന്നു. മരിക്കുന്നവരിൽ അധികവും 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. കേരളത്തിലും മുങ്ങിമരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടമാകുന്നത് കുട്ടികൾക്ക്. പരിചിതമല്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും മുന്നറിയിപ്പ് അവഗണിച്ച് സാഹസികത കാണിക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. മദ്യപിച്ച് വെള്ളത്തിലിറങ്ങിയപ്പോഴുണ്ടായ അപകടങ്ങളും കൂടുതലാണ്. ശാസ്ത്രീയമായ നീന്തൽ പരിശീലനം ഇല്ലാത്തത് മരണം കൂടാൻ കാരണമാകുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ജീവൻ നഷ്ടമായവരും നിരവധി. കണക്കുകൾ ഇങ്ങനെ തുടരുമ്പോഴും പാഠ്യപദ്ധതിയിൽ നീന്തൽ പരിശീലനവും ശാസ്ത്രീയമായ രക്ഷാപ്രവർത്തന പാഠങ്ങളും ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്.